ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് ഉത്സവം നടക്കുന്ന ഗ്രൗണ്ടിലാണ്. ഇന്ന് ബേസിൽ ജോസഫാണ് വിശിഷ്ട അതിഥിയായിട്ട് എത്തുന്നത്. ഇന്നത്തെ പ്രോഗ്രാം ഫുൾ മനോഹരമായിട്ടുള്ള കാഴ്ചകളും അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്കായിട്ട് ഞാൻ എത്തിക്കുന്നത്. പ്ലീസ് വാച്ച്, സപ്പോർട്ട്, സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ഓക്കെ. ചോദിച്ചായിരുന്നല്ലോ, കാണൂ എല്ലാരും. Thank you. It's amazing to have Basil Joseph here on the stage, and while we have our eminent guests and also our celebrity guests as well, we're going to move on to lighting of the traditional lamp. We're going to move on to the lighting of the traditional lamp. Assist with the lighting of the lamp, please. Can I request DJ Sana to please light the traditional lamp? In Ireland for the very first time! Basil Joseph, the powerhouse of talent, an amazing actor and an equally amazing director. Basil ഇവിടെ വന്നപ്പം, you know what he said? ആൾക്കാരൊക്കെ വരുവോ, ഇങ്ങനെ നമ്മൾ ബിൽഡപ്പ് കൊടുത്തിട്ട് ആൾക്കാർ വരുവോ? So Basil, over to you. എന്തായിട്ടുള്ളത് to Ireland? എല്ലാവർക്കും നമസ്കാരം. അയർലൻഡിനെ കുറിച്ച് നാട്ടിലൊക്കെ എപ്പോഴും ചെറുപ്പകാലം മുതൽ കേൾക്കുന്നതാണ്. എപ്പോഴും നാട്ടിലെവിടെ ഒരു നേഴ്സ് ഉണ്ടെങ്കിലും അയർലൻഡിൽ നേഴ്സാ, വളരെ എല്ലാവരും പറയുന്നത് കേൾക്കുന്നതാണ്. അപ്പോൾ നാട്ടിൽ നിന്നൊരു പ്രോഗ്രാമിനായിട്ട് അയർലൻഡിലേക്ക് വന്നപ്പോൾ നാട്ടിലേക്ക് തന്നെയാണ് വന്നതെന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. കേരളമായിട്ടൊരു മാറ്റമില്ല. എല്ലാവരും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നതേ ഉള്ളൂ. നാട്ടിൽ മുണ്ടും ലുങ്കിയൊക്കെ എടുത്ത് നടക്കുന്നതിന് വരെ ഇവിടെ കോട്ടൊക്കെ ഇട്ട് നടക്കുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അത്രയും മലയാളി ക്രൗഡാണ്. മലയാളം കേരളത്തിനടുത്ത് മാറ്റാൻ പറ്റുന്നില്ല. എവിടെ നോക്കിയാലും. ഞാൻ എയർപോർട്ടിൽ എമിഗ്രേഷന് വേണ്ടിയിട്ട് വന്നപ്പോൾ അവിടുത്തെ ഓഫീസർ എന്റെ പാസ്പോർട്ട് നോക്കിയിട്ട് യു സ്പീക്ക് മലയാളം എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളിയുടെ ഫ്രണ്ട് ഈ പ്രോഗ്രാമിന് വരുന്നുണ്ട്. അപ്പോ ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളിക്കും അറിയാം, ഓക്കെ ഇന്ത്യ എന്നുള്ള രീതിയിലല്ലോ, കേരള മലയാളി എന്നൊക്കെ ഉള്ള ഒരു ഐഡന്റിറ്റി അവിടെ തന്നെ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഞങ്ങള് ഒരു സ്ഥലത്ത് മിസൻ ഹെഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവായിരുന്നു. അപ്പൊ അവിടെ മഴയൊക്കെ പെയ്ത് ആകെ പ്രശ്നമായി, ആകെ ബോറടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു മൂവിയുടെ ഷൂട്ടിംഗ് കണ്ടു. അപ്പൊ ആ ഷൂട്ടിംഗ് സെറ്റിൽ ഇങ്ങനെ ഷൂട്ടിംഗ് കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് അവിടെ ചെന്നിട്ട് അവിടെ ഇങ്ങനെ എന്താണ്, അപ്പൊ അവിടുത്തെ ഗാർഡ് നിൽക്കുന്ന ഒരു ചേട്ടനുണ്ട്. പുള്ളിയുടെ അടുത്ത് സംസാരിച്ചു, ഇത് എന്ത് സിനിമയാ, ഏത് ലാംഗ്വേജാ, ആരാ അഭിനയിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ പുള്ളി ഇങ്ങനെ അവിടെ ഗാർഡായിട്ട് നിൽക്കുവാണ്. അപ്പൊ പുള്ളി ഇങ്ങനെ പറഞ്ഞു, അതിങ്ങനെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്, ഇങ്ങനത്തെ ഒരു സിനിമയാണ്, ഫീച്ചർ ഫിലിമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളി എന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എവിടുന്ന, ടൂറിസ്റ്റ് ആണോ, ടൂറിനോമാണോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കേരള. കേരള. പുള്ളി ഇവിടെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും മനോഹരമായ സ്ഥലത്ത് അവിടെ വന്നിട്ട് അവിടെ എന്ത് കാണാനാണ് ഞാൻ. പുള്ളി അവിടെ വന്നിട്ടുണ്ട്, കേരളയ്ക്ക് അറിയാം, ഇന്ത്യ മൊത്തം കറങ്ങിയിട്ടുണ്ട്, തമിഴ്നാട് പോയി, രാജസ്ഥാനിലൊക്കെ കറങ്ങി. അപ്പൊ ഭയങ്കര സ്നേഹത്തോടെ കുറെ നേരം സംസാരിച്ചു. അപ്പൊ ഞാൻ എന്റെ ഒക്കെ കാണിച്ചു കൊടുത്തു, ഞാനും അവിടെ സിനിമയിലാ, ഷൂട്ടിംഗ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ?
ഗൂഗിളിൽ എടുത്ത് കാണിച്ചു കൊടുത്തു എന്റെ പേര്. അവിടെ ഓൺലൈനിലൊക്കെ നോക്കിയാൽ കിട്ടും. അപ്പൊ പുള്ളി പിന്നെ നെറ്റ്ഫ്ലിക്സിലൊക്കെ പുള്ളി നോട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ കേരളവും മലയാളികളും ഇവിടെ വന്നിട്ട് വേർപെടുത്താൻ പറ്റുന്നില്ല. ഇവിടെ വന്നിട്ട് ഒരു മാറ്റവും ഇല്ല. ഞാൻ എയർപോർട്ടിൽ നിന്ന് ഡബ്ലിൽ നിന്ന് പോർട്ട് ലീസിലേക്ക് കാറിൽ പോയിക്കൊണ്ടിരുന്നപ്പോ കാറിൽ കയറിയപ്പോ തന്നെ ആ ചേട്ടന്റെ ബ്ലൂടൂത്ത് ഓട്ടോമാറ്റിക്കലി ഓണായി. അപ്പൊ തന്നെ മാരാമൺ കൺവെൻഷനില് എന്ത് അതിശയമായ പാട്ടാ ഓടിക്കൊണ്ടിരിക്കുന്നു. അത് ആ പച്ചപ്പിക്കൂടെ ഇങ്ങനെ ചമ്മരിയാടിനെ കണ്ടോണ്ട് എന്ത് അതിശയം കേട്ട് ഇങ്ങനെ പോവാൻ. മലയാളി ഇവിടെ വന്നിട്ട് അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് മാറി നിൽക്കുന്നതേ ഉള്ളൂ. മലയാളി ഒന്നും മലയാളി തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അതിനിട്ട് ഇന്നലെ പോർട്ടലീഷിൽ നിന്ന് മറ്റേ മിസൺ ഹെഡിലേക്ക് കൊണ്ടുപോകാൻ വന്ന ചേട്ടൻ വണ്ടി ഓണാക്കിയപ്പോ തന്നെ തമിഴ് അയ്യപ്പ ഭക്തിഗാനങ്ങളാണ് ആദ്യം തന്നെ വന്നത്. അവിടെ കോസ്റ്റൽ ഏരിയ കൂടെ അതും കേട്ടോണ്ടാണ് കുറച്ച്. അപ്പൊ ഇത് മലയാളിത്തെ നമുക്ക് വിട്ടു പോകാൻ പറ്റുന്നില്ല. അപ്പൊ ആ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, ഇവിടെ ഫിഷിങ്ങിനൊക്കെ പോകും. അപ്പൊ എന്റെ മനസ്സിൽ ഫിഷിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് ഫിഷിംഗ്, അതിന് എന്റെ മനസ്സിൽ ഇമേജ് അങ്ങനെയായിരുന്നു. പക്ഷെ ചേട്ടൻ പറയുന്നത് ഫിഷിംഗ് നമ്മൾ പോകുന്നു, അല്ല ഉഗ്രൻ അയില കിട്ടും, പൊരിച്ച് കഴിച്ച സൂപ്പർ ആകാറ്. ഓ യാ ഇവിടെ വന്ന് അയില പിടിക്കുകയാണ്. ഓക്കെ. പിന്നെ നല്ല 4-5 കിലോ വലിപ്പമുള്ള സാൽമൺ കിട്ടും, നല്ല നെയ്യുള്ളത്. അത് നല്ല കുടമ്പുളി എടുത്ത് കറി വെച്ച സൂപ്പർ. എന്റെ മനസ്സിലെ സാൽമൺ ഇങ്ങനെ അല്ല. എന്റെ മനസ്സിലെ സാൽമൺ മറ്റേ ഗ്രിൽഡ് മറ്റേ അതാണ് സാൽമൺ. സാൽമൺ പോലെ ഇവിടെ മലയാളി നമ്മുടേതായ രീതിയിലേക്ക് മാറ്റി നമ്മളെ പോലെ കറിയൊക്കെ വെച്ച് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറന്റിൽ കയറിയിട്ടൊരു കോണ്ടിനെന്റൽ റെസ്റ്റോറന്റിൽ കയറി. അപ്പൊ അവിടെ നല്ല ഐറിഷ് ഫുഡൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോ ചേട്ടനൊന്നുമില്ല, ഞാൻ വല്ല എരിവും പുളിയൊക്കെ അല്ല ചൈനീസും കഴിച്ചോളാം. അപ്പൊ തന്നെ മാറിയിട്ട് എനിക്ക് ഈ കഞ്ഞിയും പയറൊന്നും ഇല്ലാതെ പറ്റൂല, നമുക്ക് ഇതൊക്കെ തന്നെ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ മലയാളികൾക്ക് എന്നും ഇവിടെ വന്നാലും എവിടെ പോയാലും ഇതിങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ നാട്ടിൽ നിന്ന് എവിടെ പോയാലും ഈ ഐഡന്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജോക്സ് അപ്പാർട്ട്, ഇത്രയും ദൂരത്തെ ഒരു രാജ്യത്ത് വന്നിട്ട് ഇവിടുത്തെ എസ്പെഷ്യലി ഇവിടുത്തെ ഒരു ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിനെ എന്താ പറയാ മാറ്റിമറിച്ച ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ് മലയാളികൾ. അത് ലോകം മുഴുവൻ പോപ്പുലറായി ഫേമസ് ആയി എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടുത്തെ തീർച്ചയായും കോവിഡിന്റെ സമയത്തൊക്കെ അത് ഏറ്റവും കൂടുതൽ എല്ലാവരും എന്താ പറയാ പ്രശംസിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ചെറിയൊരു കാര്യമല്ല. സാധാരണ നമ്മൾ എവിടെ പോയാലും പറയിപ്പിക്കാറാണ് പതിവ്. ഇപ്പൊ ഒരു എമിഗ്രേഷനൊക്കെ ചെല്ലുമ്പോ തന്നെ ഇന്ത്യ എന്ന് പറയുമ്പോ നോക്കട്ടെ, നമ്മൾ എത്ര വലിയ വിസയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും കുറച്ചു നേരമൊക്കെ പിടിച്ചു നിർത്തി ഒന്ന് നോക്കി ഇവിടുന്ന് ചാടി പോകാനാണോ വന്നിരിക്കുന്നത്, ഇവന് വീട്ടിൽ വരുമാനം ഉണ്ടോ, ഇവന്റെ ഇവിടെ ആരൊക്കെ ഉണ്ട്, ഇവൻ ഇവിടെ വല്ല ജോലി എന്നും പറഞ്ഞ് വന്നിട്ട് ഇവിടുന്ന് അങ്ങനെ ടൂറിസ്റ്റ് വിസ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് വേറെ വല്ല പരിപാടിക്കും വന്നാൽ ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് എപ്പോഴും, പല സ്ഥലത്തും പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴൊക്കെ. പക്ഷെ എന്താ പറയാ, നമ്മൾ കൂടുതലും നമ്മൾ കുറെ കൂടെയൊക്കെ എന്താ പറയാ ഒരു ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. നമ്മളെപ്പോഴും ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇവര് ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഇവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിയൊക്കെ നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന രീതിയും അവരെ നമ്മളുമായിട്ട് ഇടപഴകുന്നത് നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന സപ്പോർട്ടും ഇപ്പൊ കാണുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ നാടിന് ഒരിക്കലും പറയിപ്പിക്കാത്ത രീതിയിൽ തന്നെ ഇവിടെ സർവൈവ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. ഇപ്പൊ നമ്മുടെ സെക്കൻഡ് ജനറേഷനോടെ വളർന്ന് വലുതായി, അവരും ഇപ്പൊ വലിയ പിള്ളേരൊക്കെ ആയി. ഇപ്പൊ അവരൊക്കെ അത്രയും വലിയ കാലത്തിലേക്ക് നീണ്ട കാലങ്ങളായി 10-25 വർഷത്തോളം ഒക്കെ ആയിട്ട് ഇവിടെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അധികം വൈകാതെ മിക്കവാറും ഇവിടുത്തെ ഒരു ടീനേജറോ അല്ലെങ്കിൽ ഒരു 25 വയസ്സൊക്കെ ഉള്ള കൊച്ചൊക്കെ മറ്റേ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ ഇരിക്കുന്ന മറ്റേ പബ്ബിന്റെ സൈഡിൽ ഇരുന്നിട്ട് ഗിന്നസ് ബിയറൊക്കെ അടിച്ചിട്ട് വല്ല അപ്പൂപ്പനും ചോദിക്കും, നീ ആ മറ്റേ സാബുവിന്റെ മോനല്ലടാ എന്ന് ചോദിക്കാനുള്ള കാലമൊന്നും അധികം വിദൂരമൊന്നുമല്ല. ജോലിയൊന്നും ഇല്ലാതെ ഇങ്ങനെ കളിച്ചു നടന്നോ എന്നൊക്കെ പറയുന്ന സമയമൊക്കെ ആവാറായി. സോ അത്രയും കാലമായിട്ട് നമ്മളിവിടെ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വലിയൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ വലിയൊരു ഹിസ്റ്ററി ഉള്ള ഒരു നാടാണ് അയർലൻഡ് എന്ന് പറയുന്നത്. പണ്ട് മുതലുള്ള സെൽറ്റിക് സമയം മുതൽ വൈക്കിങ്സിന്റെ അധിനിവേശവും അതിനുശേഷം ബ്രിട്ടീഷ് അധിനിവേശവും അതിന്റെ നൂറ്റാണ്ടുകളോടുള്ള പോരാട്ടവും അതൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ സിവിൽ വാർ, നോർത്തേൺ അയർലൻഡും ഈ അയർലൻഡും ഒക്കെ ആയിട്ടുള്ള സിവിൽ വാറും ഒക്കെ ആയിട്ട് സർവൈവ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു രാജ്യമാണ് അയർലൻഡ് എന്ന് പറയുന്നത്. ഒരുപാട് ഹിസ്റ്ററി ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്ത് വന്നിട്ട് ആ രാഷ്ട്രത്തിന്റെ എന്താ പറയാ രാഷ്ട്രം നിർമ്മിക്കാനുള്ള ആൾക്കാരായിട്ട് ഇവിടെ വന്ന് നിങ്ങളൊക്കെ മാറിയിരിക്കുന്നു. ഇവൻച്വലി അത് പൊളിറ്റിക്സിലേക്ക് എത്തുന്നു, ബ്യൂറോക്രാറ്റ്സ് നമ്മൾ മാറുന്നു. ഒരു നഴ്സിംഗ് ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമ്മൾ സ്വിച്ച് ചെയ്ത് വേറെ പല രീതിയിലേക്കും നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഹിസ്റ്ററി ഉള്ള ഒരു ബാക്ക് സ്റ്റോറി ഉള്ള ഒരു രാജ്യത്തിന്റെ ആരും എൻ്റെ അടുത്ത് തമാശയ്ക്ക് പറഞ്ഞു, നമ്മുടെ
നമ്മുടെ നാട്ടിൽ അതേപോലത്തെ സ്വഭാവമൊക്കെ തന്നെ ഇവിടെ ഹിസ്റ്ററി ബാക്ക് സ്റ്റോറി നോക്കുവാണെങ്കിൽ ഇവരും അന്ധവിശ്വാസത്തിലൊക്കെ വിശ്വസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഈ പറയുന്ന പേഗനിസവും അതുപോലെ ഫെയറി ടൈൽസും അതിന് മുത്തശ്ശി കഥകളെയൊക്കെ പോലെ വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ്. ഡൊമസ്റ്റിക് അബ്യൂസ് ഒക്കെ നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഭർത്താക്കന്മാരൊക്കെ ഉള്ള വീടുകളൊക്കെയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്ന ജയ ഇവിടെ കൊണ്ടിറക്കിയാലും ഹിറ്റായി. ഇവിടെ ഉള്ള ചേട്ടന്മാർക്ക് ഇതൊക്കെ അമ്മയോ ഇടിക്കുവോ തൊഴിക്കുവോ എന്നൊക്കെ ഉള്ള പേടിയൊക്കെ വരാനുള്ള ബ്ലഡിൽ അതൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പൊ എവിടേക്കോ നമ്മളും ഇവരും തമ്മിലൊക്കെ ഉള്ള ഒരു സിമിലാരിറ്റി ഉണ്ട്, നമ്മുടെയൊക്കെ ബാക്ക് സ്റ്റോറീസും നമ്മളുടെയൊക്കെ വിശ്വാസങ്ങളും ഐഡിയോളജീസ് ഒക്കെ ആയിട്ട്. അപ്പോൾ അത്തരം ഒരു കമ്മ്യൂണിറ്റിയിൽ വന്ന് നമ്മൾ ഇങ്ങനെ വന്ന് ഇത്രയും കാലങ്ങളോളമായിട്ട് സർവൈവ് ചെയ്ത് നമ്മൾ ഈ രാഷ്ട്രത്തിന്റെ ഒരു ഭാഗമായിട്ട് ഒട്ടി ഇവരുമായിട്ട് ജീവിച്ചു പോകുന്നു. നമ്മൾ തന്നെ ജോലി ചെയ്യുന്നു, നമ്മളിവിടെ ടാക്സ് അടച്ച് നമ്മൾ അഭിമാനത്തോടെ ഇവരുടെ ഒരു നല്ല പ്രൗഡ് പൗരന്മാരായിട്ട് നമ്മളിവിടെ പറയിപ്പിക്കാതെ, നമ്മുടെ നാടിനെ ഒന്നും പറയിപ്പിക്കാതെ വളരെ അഭിമാനത്തോടെ ഇവിടെ ജീവിക്കുന്ന വലിയ നല്ലൊരു കമ്മ്യൂണിറ്റിയുമായിട്ട് ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് നേരത്തെ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ കൊടുക്കുമ്പോൾ ആരും വന്നില്ലെങ്കിൽ നമ്മൾ ഇത്രയും ആൾക്കാർ ഇവിടെ വന്ന് ക്രൗഡ് ഇത്രയും വലിയ ക്രൗഡ് ഇവിടെ വന്ന് നമ്മളൊക്കെ ആയിട്ട് കാണാൻ വന്നതിലും ഒക്കെ ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്ത ഈ പറയുന്ന സംഘാടകർക്കും അവർ ഇന്നലെയൊക്കെ തൊട്ട് അവരുടെ ഓട്ടോ ഒക്കെ കാണുന്നുണ്ട്, ഫോൺ കോൾ അങ്ങനെ സ്പോൺസർ മറ്റത് അത് ഇതെന്നൊക്കെ പറഞ്ഞു. ഒരു ഈസി കാര്യമല്ല ഇങ്ങനെ ഒരു ഇവന്റ് പുൾ ഓഫ് ചെയ്യുക, സക്സസ്ഫുള്ളി പുൾ ഓഫ് ചെയ്യുക, ഇത്രയും ക്രൗഡിനെ ഇങ്ങോട്ടേക്ക് പുൾ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡേ ദൂരെയും പോലും നമുക്ക് വേണ്ടി മഴ ഈശ്വരി ഞാൻ പറഞ്ഞിട്ട് മഴയൊന്നും പെയ്യാതെ വളരെ സന്തോഷത്തോടെ എല്ലാവരും ഇവിടെ ഒന്ന് ഒത്തുകൂടി ഇങ്ങനൊരു വീക്കെൻഡ് ചെലവഴിക്കാൻ നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. ഞങ്ങള് ഇവിടെ ആൾക്കൂട്ടം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ഇവരുടെ സ്നേഹം കേൾക്കണമെങ്കിൽ I'll show you Basil. Can I hear it for Basil from this side? അത് കുറച്ച് എക്സ്ട്രാ പോയിന്റ് 1 ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ ബേസിൽ വി ലവ് യു സോ മച്ച്. അപ്പൊ ഇതെല്ലാം പറഞ്ഞില്ലേ, ജയയുടെ റീമേക്ക് ഉണ്ടോ? ജയയുടെ റീമേക്ക് വരുന്നുണ്ടോ അയർലൻഡ് ഷൂട്ട് ചെയ്യാനായിട്ട്? അപ്പൊ ഐറിഷ് നാഷണൽ സോങ്ങിന്റെ അവസാനത്തെ 4 വേർഡുണ്ട്, അത് വെച്ചിട്ട് അപ്പൊ ബേസിൽ ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ബേസിൽ ഇവിടെ എല്ലാവരും നിന്ന് ഒരു കാര്യം മാത്രമേ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ ബേസിലിന്റെ അടുത്ത് ചോദിക്കാനായിട്ട്. അയർലൻഡിൽ നെക്സ്റ്റ് ആയിട്ട് എന്നാണ് വന്ന് ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നത്? അയർലൻഡിലൂടെ വന്നത് ലൊക്കേഷൻസ് ഒക്കെ കണ്ട് നെക്സ്റ്റ് ടൈം എന്നാണ് വരുന്നത് മൂവി പിടിക്കാനായിട്ട്? ഇല്ല, വരണം. നമ്മൾ ഗെയിം ഓഫ് ത്രോൺസും ഹാരി പോട്ടറും ഒക്കെ എടുത്തുള്ള ഒരു സ്ഥലമാണല്ലോ. അപ്പൊ എവിടെ പോയാലും ആ മ്യൂസിക്കാണ് ഇങ്ങനെ മനസ്സിൽ കൂടെ പോകുന്നത്. കാര്യം മറ്റേ എന്ത് ദിശയമൊക്കെയാണ് പോകുന്നതെങ്കിലും മനസ്സിൽ കൂടെ പോകുന്നത് ഈ മ്യൂസിക്കൊക്കെ തന്നെയാണ്. അപ്പൊ ഡെഫിനറ്റ്ലി ഇതൊരു ഫിലിം മേക്കേഴ്സ് ഡ്രീം ലൊക്കേഷൻ തന്നെയാണ്. കോസ്റ്റൽ ഏരിയകളും ക്ലിഫുകളും അതുപോലെ ഈ പറയുന്ന കാസിൽസും ഒക്കെ ആയിട്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കേഴ്സ് ഡ്രീം ലൊക്കേഷൻ തന്നെയാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇവിടെ വരുമായിരിക്കും തീർച്ചയായിട്ടും.
താങ്ക് യു.